ഭക്തർക്ക് സൗകര്യമൊരുക്കണമെന്ന നിവേദനവുമായി കേരള ക്ഷേത്ര സംരക്ഷണ വേദി. തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ ദിവസേന എത്തി ബലിതർപ്പണം നടത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. ക്ഷേത്രത്തിന് സമീപം ഭാരതപ്പുഴയുടെ തീരത്ത് 15ഓളം വരുന്ന കർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണം നടത്തിവരുന്നത്. ബലിതർപ്പണത്തിന് ഭക്തർ ഈറനണിഞ്ഞ് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ദുരവസ്ഥയാണ്. തുറസായ സ്ഥലത്ത് നടത്തുന്ന ബലിതർപ്പണ സ്ഥലത്ത് മഴയും വെയിലുമേറ്റാണ് ഭക്തർ ബലിയിടുന്നത്. ക്ഷേത്രം മലബാർ ദേവസ്വത്തിന്റെ മേൽനോട്ടത്തിലാണെങ്കിലും പാരമ്പര്യ ട്രസ്റ്റി സാമൂതിരി കുടുംബമാണ്. ഈ ക്ഷേത്രത്തിലെ വരുമാനത്തിന്റെ 5% മാത്രമാണ് ദേവസ്വത്തിന് ലഭിക്കുന്നത്. ജീവനക്കാരെ നിയമിക്കുന്നതും ട്രസ്റ്റി കുടുംബമാണ്. പുതുതായി നിയമിക്കുന്ന ജോലിക്കാരിൽ നിന്നും 15 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ തലവരി പണമായി സ്വീകരിച്ചാണ് നിയമനം നടത്തുന്നത്. 60ഓളം ജോലിക്കാർ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നു. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തർക്ക് മഴ നനയാതെയും വെയിലേൽക്കാതെയും ബലിതർപ്പണം നടത്താൻ സൗകര്യമൊരുക്കണമെന്ന് ക്ഷേത്ര സംരക്ഷണ വേദി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരള ക്ഷേത്ര സംരക്ഷണ വേദി സംസ്ഥാന ചെയർമാൻ CT രാജു യോഗം ഉദ്ഘാടനം ചെയ്തു. വകുപ്പ് മന്ത്രിക്കും മലബാർ ദേവസ്വം ചെയർമാനും പാരമ്പര്യ ട്രസ്റ്റിക്കും ഇത് സംബന്ധിച്ച് നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു. നറുകര ഗോപി അധ്യക്ഷത വഹിച്ചു. P. മുരളീധരൻ, PK ഗോപാലകൃഷ്ണൻ, അമർനാഥ്, ദേവദാസ് T, മീരാകുമാരി, M. ഉമാദേവി, ജിജി ടീച്ചർ, ഗോപാലകൃഷ്ണൻ K, രാജൻ TT, ഉണ്ണി C, പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു. മലപ്പുറം ലൈവ് വോയിസ്, മലപ്പുറം.